വിലാപങ്ങൾ 3:58. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ ദൈവീക അരുളപ്പാട് മായം ചേർക്കാതെ അപ്രകാരം തന്നെ വിളിച്ചു പറഞ്ഞത് മുഖാന്തരം അദ്ദേഹം ശത്രുത ഏറ്റുവാങ്ങുവാനിടയായി. ചേറ്റുകുഴിയിലിടപെടാനും ശത്രുവിൻ്റെ തീവ്രമായ നിന്ദയ്ക്കും പരിഹാസത്തിനുമൊക്കെ ഇടയായി തീർന്നു. എന്നാൽ പൂർണ്ണമായും ദൈവത്തിനു വേണ്ടി മാത്രം നിന്ന പ്രവാചകൻ ദൈവിക വിടുതലിനെയും പ്രത്യാശയും കുറിച്ച് വളരെ ഭംഗിയായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ പ്രവാചകനെ കുഴിയിലടച്ച് കുറ്റപ്പെടുത്തി അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിധിച്ചപ്പോഴാണ് സർവശക്തനായ ദൈവം തന്നെ അഭിഭാഷകനായി വരുന്നത്. നമ്മൾ സാധാരണയായി ഒരു കേസ് വാദിക്കണമെങ്കിൽ ഏറ്റവും നല്ല വക്കീലിനെ ലഭിക്കുവാനായി ശ്രമിക്കും. ഇവിടെ പ്രവാചകന് വേണ്ടി വാദിക്കുവാൻ മറ്റാരുമല്ല ഇറങ്ങി വന്നത്, യഹോവയാം ദൈവം തന്നെയാണ്. പ്രവാചകൻ നിഷ്കളങ്കനാണെന്നും വിശ്വസ്തനാണെന്നുമൊക്കെ അറിയുന്ന ദൈവം തൻ്റെ വിശ്വസ്ത പ്രവാചകന് വേണ്ടി വാദിക്കുകയാണ്. വാദിക്കുക മാത്രമല്ല, വീണ്ടെടുക്കുകയും ചെയ്തു. കുഴിയിലായിപ്പോയ പ്രവാചകനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം മരണകരമായ കുഴികളിലും രക്ഷപ്പെടുവാൻ കഴിയാത്ത ചേറ്റിലും പെട്ടുപോകാറുണ്ട്. എന്നാൽ നിസ്സഹായരായി നിൽക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി സൈന്യസമേതനായി കർത്താവ് തന്നെ ഇറങ്ങി വരും. നമ്മുടെ വിടുതലിനായി നമുക്കായി വാദിക്കും. പുറത്തു വരുവാൻ കഴിയാത്തതുപോലെയുള്ള സാമ്പത്തികമായി കുരുക്കിൽ ചിലർ പെട്ടുപോകാറുണ്ട്. കൂട്ടിച്ചേർക്കുവാൻ കഴിയാത്തതുപോലെയുള്ള ഇഴപൊട്ടിയ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. സൗഖ്യമാകുമോ എന്ന സംശയത്തോടെ നോക്കിക്കാണുന്ന രോഗങ്ങളുണ്ട്. ആത്മീയമായി മുന്നേറുവാൻ സാധിക്കാതെ നമ്മെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ നമുക്കായി വാദിക്കുവാൻ ഒരു അഡ്വക്കേറ്റുണ്ട്, യേശു ക്രിസ്തു എന്ന പക്ഷവാതക്കാരൻ. നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുത്ത ക്രിസ്തു നമുക്കായി ഇന്നും പിതാവിൻ്റെ മുൻപിൽ പക്ഷവാദം ചെയ്യുന്നു. റോമർ 8:34 അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന്. നമ്മുടെ കുഴികളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.